വളരെ വിഷമകരമായ ഒരു കാര്യം സംഭവിച്ചു. എൻ്റെ അമ്മായി മരിച്ചു. അമ്മായിനെ നമ്മൾ കണ്ടതല്ലേ ഇപ്പം അടുത്ത്. ഇതാണ് എൻ്റെ അമ്മായി. വല്യമ്മായി. വല്യമ്മായി. അതെ, അത് കുഞ്ഞിതന്ന് മാത്രം. അതെ. അമ്മായിക്ക് മൂത്തമ്മായിട്ടാ ചേറ്റുപുഴയുള്ള അച്ഛൻ്റെ ഏറ്റവും മൂത്ത പെങ്ങള്. നമ്മൾ മിക്സി കൊണ്ടു കൊടുക്കാൻ പോയി, പിന്നെ പാത്രങ്ങൾ കൊടുക്കാൻ പോയി. ഉഷേച്ചിക്ക് ഫിൽറ്റർ വെക്കാൻ പോയി അങ്ങോട്ട്. അങ്ങനെ അപ്പോൾ അമ്മായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ആരോഗ്യ ഇതിൽ തന്നെ പോകുന്നുണ്ടായിരുന്നേ. പിന്നെ മിഞ്ഞാന്ന് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് പതിവിലും കൂടുതൽ ഭക്ഷണം കഴിച്ചു ആള്. എന്താണാവോ ഭയങ്കര വിശപ്പ് എന്ന് പറഞ്ഞിട്ട് സാധാരണ ഉണ്ട കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടി ചോറ് കൂടുതൽ കഴിച്ചു കിടന്നുറങ്ങി. നേരെ വെളുത്തിട്ട് ആളെന്നും ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ വിളിക്കുള്ളൂ. കാരണം രാത്രി അമ്മായിക്ക് അധികം ഉറക്കമില്ല. നേരെ വെളുക്കാറൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ഉറങ്ങുക. അപ്പം അത് കാരണം അമ്മായി കാലത്ത് നേരത്തെ ഒന്നും വിളിക്കരുത് എന്ന് പറയാറുണ്ടേ. അപ്പോൾ ഒരു 7 മണിക്ക് ആയപ്പോൾ ഉഷേച്ചിയുടെ മോളുണ്ട് ഇപ്പോൾ അവിടെ. അവളാണ് ചായയും കൊണ്ട് വിളിച്ചത്. ഒരു 7 മണിയാകുമ്പോഴാണ് കട്ടൻ ചായയും കൊണ്ട് അമ്മായിനെ വിളിച്ചത്. അങ്ങനെ വിളിച്ചപ്പോൾ ഒരു എനക്കില്ല, അങ്ങനെ നിവർന്ന് കെടുക്കുക. ഒരു എനക്കില്ല ആൾക്ക്. അപ്പോൾ പക്ഷെ കയ്യൊക്കെ തണുത്തു. വയറുമ്പിലും മുഖത്തൊക്കെ തൊടുമ്പോൾ ചൂടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തൊട്ടടുത്ത് ഒരു നഴ്സ് അങ്ങോട്ടുണ്ട്. അവരെ വേഗം വിളിച്ചോണ്ടെന്ന് അവരൊക്കെ നോക്കി. അപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇന്നലെ അങ്ങനെ മരിച്ചു അമ്മായി. നേരത്തെ ഒരു 6 മണിക്കൊക്കെ മരിച്ചിട്ടുണ്ടാവും തോന്നുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ പോയിട്ട് ഞാൻ അവിടെ ആയിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഇപ്പോൾ തിരിച്ചു പോന്നു. ഇന്ന് രാവിലെ ആയിരുന്നു ശവടുപ്പ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉഷേച്ചിയുടെ ഒരു മോള് ബാംഗ്ലൂർ പഠിക്കുക. അപ്പോൾ അവൾക്ക് കാണണം എന്ന് പറഞ്ഞിട്ടേ അത് കാരണം ഇന്നായിരുന്നു. അപ്പം അങ്ങോട്ട് പോയിട്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നോളൂ. അങ്ങനെ അമ്മായി പോയി. വിശ്വസിക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്കായിരിക്കും. ഓണത്തിന് ഞങ്ങൾ കൂടിയതാ. ഇപ്രാവശ്യം ഓണത്തിന് കണ്ണംകുളങ്ങര എല്ലാവരും കൂടി. അപ്പോൾ വീഡിയോ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അമ്മായി വന്നു. അമ്മായി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വിളിച്ചപ്പോഴും, അച്ഛൻ വിളിച്ചപ്പോഴും. അമ്മായിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും ഇനിയൊക്കെ ഇന്നാ എല്ലാവരെയൊക്കെ ഇനി കാണാൻ പറ്റാന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ സമയമായപ്പോൾ ആള് ഉഷേച്ചും കൂടി വന്നു. അങ്ങനെ അമ്മായിനെ അന്നാണ് അവസാനമായിട്ട് എല്ലാവരും കണ്ട. ഞങ്ങളെല്ലാവരും അമ്മായിയും സുമതി അമ്മായിയും പിന്നെ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കണ്ടു. അങ്ങനെ സംഭവം ഉണ്ടായി. എന്തിട്ടായാലും ജീവിച്ചിരിക്കണ കാലം മുഴുവൻ അതിന് ദുരിതമൊഴിഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് ചിലവരുടെ ജന്മം കാണുമ്പോൾ വിചാരിക്കും ചിലരുടെ ജീവിതം ഇത് എന്തൊരു ജീവിതം, ഒരു കാലത്തൊരു സന്തോഷം ഇല്ലല്ലോ എന്ന്. അപ്പം മരണത്തിലെങ്കിലും ദൈവം ഒരു ഇത് കൊടുത്തു. അതിന് കഷ്ടപ്പെടാണ്ട് ആരും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ആള് പോയി. അതെ, അമ്മായിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മായിനെ ഉള്ളവരൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ തോന്നുന്നത് ഈ നാടോടിക്കാറ്റില് മോഹൻലാലിൻ്റെ അമ്മയില് ശാന്താദേവിയിലെ ആ ക്യാരക്ടർ മോഹൻലാൽ ഓർക്കുന്ന ഒരു ഭാഗം കാണുമ്പോൾ അതുപോലെ അവർക്ക് ജീവിതം മുഴുവൻ ദുരിതമായിരിക്കും. അതുപോലെ അമ്മായിയുടെ കാര്യം അല്ല, അമ്മായിക്കുണ്ടായ വേറൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇല്ലേ, ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ 6-ാം തീയതി അല്ലായിരുന്നേ? 5-ാം തീയതി. അപ്പോൾ അമ്മായി 6-ാം തീയതി ആയിരുന്നു തോന്നുന്നുണ്ട്. അമ്മായി കഞ്ഞി വെച്ചോടുന്ന സ്കൂളിൽ ഉച്ചക്കഞ്ഞി വെച്ചോടുന്ന സ്കൂളുണ്ട് അവിടെ, ഗവൺമെന്റ് സ്കൂൾ, LP സ്കൂളാ. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘമായിരുന്നേ. അപ്പൊ 58 കൊല്ലാണ് അമ്മായി അവിടെ കഞ്ഞി വെച്ചത്. കേരളത്തിലെ ഏറ്റവും കൊല്ലക്കാലം കഞ്ഞി വെച്ചിട്ടുള്ളത് അമ്മായി സൗത്രി അമ്മായിന്റെ. അപ്പൊ അമ്മായിക്ക് ആദരണ്ടായിരുന്നു ആ കുട്ടികളുടെ വക. അന്ന് പഠിച്ചിട്ടുള്ള കുറേ പിള്ളേര് അവര് ഞങ്ങൾക്ക് അന്നം തന്ന സാവിത്രി അമ്മയ്ക്ക് ആദരം എന്ന് പറഞ്ഞിട്ട് അന്ന് അമ്മായി അതിന് പോയി. അമ്മായിക്ക് പോവാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയ്ക്കൊന്നും വയ്യല്ലോ പോവാനൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു പോണം അമ്മയെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോകണമെന്ന്. ആ സമയത്ത് പഠിപ്പിച്ചു തുടങ്ങുന്ന ടീച്ചർമാരും എല്ലാവരും വരുന്നുണ്ട്, റിട്ടയർ ചെയ്ത് പോയവരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മായിക്ക് അവരൊക്കെ ഒന്ന് കാണാനൊക്കെ ആഗ്രഹമായി. എന്നിട്ട് പോയിട്ട് മറ്റേ വലിയൊരു അവാർഡ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള അവാർഡും ഞങ്ങൾക്ക് കുറേ നാൾ അന്നം തന്ന സാവിത്രി അമ്മയ്ക്ക് ഞങ്ങളുടെ സ്നേഹാദരം എന്നൊക്കെ എഴുതിയിട്ട് ഒരു അവാർഡ് പൊന്നാട അണിയിച്ച് അമ്മായിനെ സ്റ്റേജിലൊക്കെ ഇരുത്തി സെറ്റുമുണ്ടൊക്കെ കൊടുത്ത്. അങ്ങനെ ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ നമ്മൾ പോയേനെ.
നമ്മൾ അറിഞ്ഞില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ ചെന്നപ്പോഴാണ് അവിടെ ആദ്യം ഇരിക്കുന്ന കണ്ടപ്പോൾ ഞാനെടുത്ത് നോക്കിയിട്ട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറയണത് ഈ പരിപാടിയായിരുന്നു 2 ദിവസം മുന്നേ. അപ്പം അതിലും അമ്മായിക്ക് പോകാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അതിൽ കൂടിയവരൊക്കെ ഞെട്ടിപ്പോയിണ്ടാവില്ലേ മരിച്ചു എന്ന് കേൾക്കുമ്പോഴേ. വിശ്വസിക്കാൻ പറ്റണില്ല ആർക്കും. വയ്യാട് കെടുപ്പിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. ഇത് നല്ല ഇതിൽ നടന്ന ആളല്ലേ. അല്ല നന്നായി 80 വയസ്സായി. 84 വയസ്സായി എന്ന് അമ്മ പറയണം. അമ്മ അച്ഛനൊക്കെ പറയണ്ട 84 വയസ്സ്. എൻ്റെ അച്ഛൻ തന്നെ 74 വയസ്സായി. അല്ലടി 58 കൊല്ലം അവിടെ നിന്ന് പറഞ്ഞ 58 എത്ര വയസ്സില് അത് ഇന്ന് കണക്കാക്കിയ പോരെ? നമുക്ക് അച്ഛനുണ്ടായിരുന്നു ഒരു അമ്മായി. അല്ല അമ്മായി അല്ല, അച്ഛൻ്റെ മൂത്ത പെങ്ങളുണ്ടായിരുന്നു കാര്യട്ടീര. അമ്മായിനെയും ഞാൻ ചെറുപ്പത്തിൽ കാണുമ്പോട്ടാ. അമ്മായി മരിച്ചിട്ടിപ്പോൾ ഒരു 1981 മരിച്ചെന്നുണ്ട്. 44 കൊല്ലം മുമ്പാണ് മരിച്ചു. ആള് ഇങ്ങനെ വണ്ണം കുറഞ്ഞ് ഈ പാടത്ത് പണിക്ക് ഈ കൊയ്യാൻ പോയിട്ടും ഇതൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു. അല്ല ആൾക്ക് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത് അന്ന്. അല്ല ഞാൻ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോഴേ ഈ കാര്യട്ടീര 5-10 വയസ്സുള്ളപ്പോൾ പോയി നിൽക്കുമ്പോൾ അമ്മായി പിന്നെ അമ്മായിരെ മോളൊക്കെ കൂടിയിട്ട് കൊയ്യാൻ പോവും. പാടത്തിൽ നിന്ന് കോൾപ്പാടത്തി നെല്ല് കൊയ്യാൻ പോവും. കൊയ്യാനും കറ്റ കെട്ടാനൊക്കെ പോകുന്നു. കഷ്ടം തോന്നും. അല്ല അവർ ടൈമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രായമുള്ള ആളുകളൊക്കെ പണിയെടുക്കാൻ മാത്രം എന്താ പറയുക ജനിച്ചവരെ എന്തൊക്കെ ചെയ്യാം. ഉഷേച്ചി അന്ന് എഴുതിയ കവിതയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വിചാരിക്കണം. ഉഷേച്ചിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും. ഞങ്ങളെല്ലാവരും പോകുന്നില്ലേ. ഇപ്പൊ ഉഷേച്ചിയുടെ മക്കളുണ്ട് അവിടെ. ഇനി അവരും പോയി കഴിഞ്ഞ് ഉഷേച്ചി മാത്രമാവും. എങ്ങനെ ആൾക്ക് സഹിക്കാൻ പറ്റാ അറിയില്ല. പിന്നെ ഉഷേച്ചിക്ക് തീരെ വയ്യപ്പോ കഴുത്തിൽ ഇവിടെ ഭയങ്കര എല്ല് തേയ്മാനം അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തണ്ടലിന് വേദനയിട്ടേ. അപ്പം കുറച്ച് ദിവസത്തെ ഉഴിച്ചിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണ ആള്. ഉഴിച്ചിൽ കഴിഞ്ഞ് വന്നുള്ളൂ. ഉഴിച്ചിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇതില്ലേ നെല്ലരിക്കാന്ന് പറയില്ലേ, അനങ്ങാണ്ടിരിക്കണം. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കരുത്. സംസാരിക്കാൻ വരെ പാടില്ല. അങ്ങനെ ഇരിക്കേണ്ട ടൈമാണ് ചേച്ചിക്ക് ഇപ്പോ. ഇനിയിപ്പോ അത് അല്ലെങ്കിൽ അതിന്റെ ഫലം പോകുന്ന പറയാ ഉഴിച്ചിൽ കഴിച്ചതിന്റെ. നമ്മള് കോളിഫ്ലവറിന് കാബേജിന് തൈ വാങ്ങിച്ചോടുന്ന് മിഞ്ഞാന്ന് വാങ്ങിച്ചോടുന്നതാ. നടാൻ പറ്റിയില്ല. ഇന്നലെ ആളാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് അമ്മായി മരിച്ച കാര്യം അറിഞ്ഞത്. അപ്പോൾ ഇതിനുള്ള സ്ഥലം സെറ്റാക്കണം. പിന്നെ കാലത്താണെങ്കിൽ ഞാൻ എന്താ കാലത്ത് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കളച്ചുട്ടാ. ഞാൻ പോയതിന് ശേഷം ഞാൻ അവിടെ കുറേ പണിയിലെടുത്തു. ഇത് നമ്മുടെ ഇവിടെ ഒരു അന്യം നിന്ന് പോയില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴയാണ്. എന്നിട്ട് മഞ്ചേരി നേന്ത്രനാ. അത് ആള് കുഞ്ഞിതായിരുന്നു, ശ്രദ്ധിക്കപ്പെടുന്നത്. ഇവിടെ നിറയെ വെള്ളം വന്നിട്ട് കെട്ടി കിടന്നിട്ട് ഇതായിരുന്നു. ഇപ്പം ഞാനതിന് കടയൊക്കെ മാന്തി കോഴിക്കാട്ടൊക്കെ ഇട്ട് കൊടുത്തു. അടിപൊളിയുണ്ട്. ഇത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ട ശ്രദ്ധിക്കപ്പെടുന്നത്. അത് ഉഷാറാവും. പിന്നെ കാലത്തിവിടെ പയറ് ഇതിവിടെ ലോല നടാനായിട്ടേ കാലത്ത് സൂഡാമോണസ് ലൈനിൽ വിത്തുകൾ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പം മുളയ്ക്കും. പിന്നെ കേട് വരൽ കുറയും. അതുകൊണ്ട് സൂഡാമോണസിൽ ഇട്ട് വെച്ചതാ. നടാൻ മറന്നുപോയി, പിന്നെ വന്നില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ നടണം. ഇതും എന്തായാലും പടർത്താഞ്ചിട്ടാ. ഉണ്ടാവട്ടെ. അപ്പം ആദ്യം ചാട്ടുപിടുത്തനെ ഇത് നടാം. അതായത് ഒരു ഉഷാറില്ല മരിച്ച കാരണേ. പെട്ടെന്നാണ് മരിച്ചു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. ചെണ്ടുമല്ലി ഉണങ്ങിയില്ലേ? എന്തത്? അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ഒരു സാധനം നടാം. എല്ലാം 2 നടാനായിട്ട് സ്ഥലം കിട്ടില്ല. ഇവിടെ പയറായിരുന്നേ, പയറിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആ പയറിനായിട്ട് മാറ്റിയിട്ടേ
പണ്ട് കാലത്തെ നമുക്ക് സ്കൂൾ പൂട്ടില്ലേ, സ്കൂൾ പൂട്ടുമ്പോൾ നമ്മൾ മാമൻ്റെ വീട്ടിൽ പോവും. ചിലർ അമ്മാവന്മാരെന്ന് പറയും, അമ്മയുടെ ആങ്ങളയുടെ വീട്. മാമൻ്റെ വീട്ടിൽ പോവുക, അമ്മായിയുടെ വീട്ടിൽ പോവുക, അതായത് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ പോവുക, അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ളൊരു ഭക്ഷണം ഉണ്ടാവില്ല എപ്പോഴും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ഭക്ഷണമായിരിക്കും കിട്ടുക. പിന്നെ പുതിയ കൂട്ടുകാരന്മാർ, ആ നാട്ടിലത്തെ കുറേ കൂട്ടുകാരന്മാർ നമുക്ക് കിട്ടും. ഞാൻ ജീവിതത്തിൽ കൂടുതൽ നിന്നിട്ടുള്ളത് മെയിനായിട്ട് നമ്മുടെ മാമൻ്റെ അമ്മേരെ ആങ്ങളാരുടെ വീട്ടിലേക്ക് പോകും, മാമ്മമാരുടെ വീട്ടിൽ പോകും. പിന്നെ ഈ അമ്മായിയുടെ വീട്ടിലെ കാര്യമായിട്ട് പെട്ടിട്ടുണ്ട്. ആ സജീവിന് മഞ്ഞപ്പിത്തം വന്നപ്പോൾ എന്നെ അവിടെ കൊണ്ട് നയിക്കുമെന്ന് പറഞ്ഞില്ലേ, അമ്മ ആശുപത്രിയായിരുന്ന ടൈമിൽ. അപ്പോൾ ആ സമയത്ത് അവിടെ എരുമീൻ്റെ മാമനെ കറവുണ്ട്. അമ്മായിയുടെ പേര് ജാനകി എന്നാട്ടാ. അപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 95 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. 95 94 95 വയസ്സായിട്ടുണ്ടാവും ഇപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ അന്ന് നമുക്കൊന്നും പശുവൊന്നുമില്ല ചേട്ടാ ആ സമയത്ത്. അപ്പോൾ ഈ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപൂർവമാണ്. നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മോഡേൺ ബ്രെഡും, ആശുപത്രിയിൽ കിടന്നു കഴിഞ്ഞില്ലേ മോഡേൺ ബ്രെഡും പാലും കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് പണ്ട് കാലത്ത്. ESIയിൽ എന്റെ അച്ചാച്ചൻ കിടക്കുമ്പോ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടേക്ക് പോയപ്പോ അത് കിട്ടും. അപ്പോൾ പാല് ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. ഈ നമ്മൾ ഈ നാട്ടുവശത്തൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കുമ്പോൾ ഈ ചായക്കടയിൽ കാരണന്മാരും ഇവരൊക്കെ പട്ടം കൂടി ആയിരിക്കുമ്പോൾ അവർ ചായ കുടിക്കുന്ന കാണുമ്പോൾ നമുക്ക് കൊതിയാവും. കാരണം അത് കിട്ടാൻ വഴിയില്ല. നമ്മുടെ വീട്ടിൽ വെക്കുന്നത് ഈ ചക്കര കാപ്പിയാണ്. ശർക്കര ഇട്ടിട്ടുള്ള കാപ്പിന്. ശർക്കര ഇട്ടുള്ള കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീടിൻ്റെ മൂലയിൽ, നമ്മുടെ ഇപ്പോൾ ഈ വീടിൻ്റെ മൂലയുണ്ട്, ഈ മൂലയിൽ ഈ ചാരായ കച്ചവടക്കാരുണ്ടാവും. ശർക്കരയ്ക്കും വിലയാണ്. ചാരായം വാറ്റുന്നവരുണ്ടാവും. വലിയ ഇത്രയ്ക്ക് പോകുന്ന മങ്കിലി എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അതിലൊക്കെ നമുക്ക് കയറിയിരിക്കാം. അതിലാണ് ഈ ശർക്കരയും പിന്നെ ഈ വാഷും തേങ്ങയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അവർ വാറ്റുക. കുറ്റകരാണ്. അപ്പോൾ ഇതെന്താ അല്ല, അപ്പൊ നമ്മുടെ പറമ്പില് വന്നിട്ട് ആക്കണത് മൂലയില് നമ്മളറിയില്ല അല്ലേ. നമ്മളറിഞ്ഞാലും നമുക്ക് അവരിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? വാറ്റിനവരൊന്നും എതിർക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ മാത്രമല്ല, വലിയ വരമ്പുണ്ടോ, വണ്ടൻ ഈ തോടിൻ്റെ വരമ്പ്. ആ വരമ്പിൻ്റെ സൈഡ് ഇങ്ങനെ പൊത്തുണ്ടാക്കിയിട്ട്, വലിയ പൊത്തുണ്ടാക്കിയിട്ട് ഭീമാകരമായ മങ്കിലി അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സാധനമൊക്കെ ഇട്ടിട്ട് അടച്ചു വയ്ക്കും. എന്നിട്ട് പിന്നെ എത്ര ദിവസം കഴിയുമ്പോഴാണ് അത് ചാരായിട്ട് മാറുക. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പോൾ ആ സമയത്ത് ഈ ശർക്കരയൊക്കെ കിട്ടുന്നത്, ശർക്കര ഇങ്ങനെ കിട്ടും. അത് ഇതിൽ നിറയെ ശർക്കര ഉണ്ടാവും. ശർക്കരയൊക്കെ നമ്മുടെ വീട്ടിലൊരു ചേട്ടൻ ഈ വാരി കൊണ്ടുവരും കിട്ടാവുന്നവരെ. ഇവിടെ പറമ്പിലൊക്കെ കളിക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊന്നും അറിയാണ്ട് ഇതിൽ നിന്ന് ശർക്കര വാരിയിട്ട്, ശർക്കര എന്ന് പറഞ്ഞാൽ വലിയ കട്ടയായിരിക്കും, ഇങ്ങനെ അച്ചുകളല്ല, ഒരു ഇതുപോലെ ഇങ്ങനെ വാരി അത് കൊണ്ടുവന്ന കാപ്പി ഉണ്ടാക്കും. കാപ്പിൻ്റെ പണ്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അങ്ങനെ കിട്ടണ അങ്ങനെയൊക്കെയാണ് കാപ്പി കുടിച്ചിട്ടില്ല കേട്ടാ, ചക്കര കാപ്പി. ആ സമയത്താണ് ഈ മാമൻ്റെ വീട്ടിൽ എരുമയുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാല് കുപ്പിയിലാക്കിയിട്ട് ചായക്കടയിൽ കൊണ്ടുപോയി കൊടുക്കലിൻ്റെ മാമന് കറന്ന് കഴിഞ്ഞിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഈ കുപ്പിയിൽ നിന്ന് ലാസ്റ്റ് പാല് കൊണ്ടുപോയി കൊടുത്തിട്ട് അയാൾ ഒന്ന് മറ്റേ ഈ ചായക്കടക്കാരൻ ഈ കുപ്പിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് അരിക്കനെ ഒഴിച്ചിട്ട് ആ കുപ്പി മാമൻ തിരിച്ചു കൊണ്ടുവരും. ബീർ കുപ്പി പോലത്തെ ആ സാധനം കൊണ്ടുവരും. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാപ്പി വയ്ക്കുമ്പോൾ ആ വെള്ളമല്ലേ അതിൻ്റെ അടിയിലുണ്ടാവണതില്ലേ, അത് കാപ്പിയിലേക്ക് ഈ പാലൊഴിച്ചിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കുടിക്കും. അവിടെ ചേട്ടന് പാൽ ചായ ഇഷ്ടമില്ലായിരുന്നല്ലോ അന്ന്. അത് കിട്ടാൻ ഇപ്പോൾ വീട്ടില് പശുവിനെ വളർത്താൻ തുടങ്ങിയപ്പോഴാണ് ഇഷ്ടമില്ലാണ്ടായല്ലോ. അന്ന് എരുമപ്പാല് അല്ലാന്ന് അങ്ങനെ അത് വലിയ കളറൊന്നും ഉണ്ടാവില്ല, നേരിയൊരു വ്യത്യാസം. അത് കട്ടൻ ചായ കുടിക്കോ വെള്ളം ഒഴിക്കണേനേക്കാളും അല്ല. വീട്ടിലുള്ളവർ അത് ഒന്നാമത് എന്താ വെച്ചില്ലേ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല. ഇത് കൊടുത്തിട്ട് വേണം കുടുംബം കഴിയണേലേ. എല്ലാ വീട്ടിലത്തെ സ്ഥിതി തന്നെയാണ്. അപ്പോൾ
ഒരു ദാരിദ്ര്യ കാലഘട്ടമായിരുന്നു അവർക്ക്. ഒരു ദാരിദ്ര്യ കാലഘട്ടമായിരുന്നു ആ പ്രായത്തിലുള്ളവർക്ക്. അപ്പം ഇവിടെ ഞാൻ മോട്ടർ വിടട്ടെ എന്ന് വെച്ചാൽ അവിടെയൊക്കെ തിരിച്ചിട്ട്. ആ അപ്പൊ ഇവിടെ വെറുതെ നിൽക്കണ എനിക്ക് ഇതിനൊക്കെ ഒക്കെ നനയ്ക്കാറയല്ല വരണ്ടു. പൂട്ടിയുണ്ടോ വീട്? ആ മോട്ടർ വിടണം, അതിൻ്റെ ഉള്ളിലാവില്ലേ. അതേ ആ വർഷം ഉടൻ പെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ കാത്തിരുന്നു. പെയ്തില്ലേ. ഇവിടെ നിന്ന് അറിയാം അരിച്ചാനാ. അരിച്ചാൻ കടിച്ചു. അരിച്ചാന്ന് പറഞ്ഞാൽ അണ്ണൻ എന്നൊരു ഉറുമ്പിൻ്റെ പേര് പറഞ്ഞില്ല സരിത, ഓർമ്മയില്ല? ആ അവിടെ വേറെ എന്തോ പേര് പറയുന്നു പറഞ്ഞ ആള്. ചെറിയ കോളിഫ്ലവറൊക്കെ ഇത്തിരി വലുപ്പമായി തുടങ്ങി. ഇപ്പൊ കോളിഫ്ലവർ വയ്ക്കേണ്ട ടൈം ആട്ടാ. എല്ലാവരുടെയും തൈകൾ കിട്ടണവര് വാങ്ങിച്ചു വെച്ചാൽ ഈ സമയത്താണ് വെക്കുക. കോളിഫ്ലവർ, ബ്രൊക്കോളി, കാബേജ്. അതായത് ശീതകാല ശീതകാലല്ല എന്താ ശീതകാലം എന്ന് പറയാ. ആ മറ്റേ മഞ്ഞുകാലം അതന്നെ ശീതകാലം പച്ചക്കറികള്. അമരക്കായൊക്കെ നടായിരുന്നു. അമരക്കായ അത് സൂഡോമോണസിലിട്ട് വെച്ചിട്ട് 4 വിത്ത് അത് നടണം. അമരക്കായ ഇത്തിരി മണി നാളെ മുമ്പ് നടണമായിരുന്നു. കുഴപ്പമില്ല, ഇവിടേക്ക് വെള്ളാക്ക്. എന്നിട്ട് ഈ വെണ്ടക്ക ക്യാരറ്റും ഇതും കിട്ടുമോ നോക്കിട്ടാ, ബീട്രൂട്ടും. ആ അതൊക്കെ ഒരു ഭംഗിക്ക് വയ്ക്കാന്നുള്ളോ, അല്ലാണ്ട് അതിനെ ഒരു കൃഷി അല്ല. നമുക്കൊരു ഇപ്പോൾ ഒരു കൂട്ടാനുള്ളത് കിട്ടും. അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. വെറുതെ ഒരു ഭംഗിക്ക് വയ്ക്കാം. തടം ആക്കിയിട്ടാണ് നടുന്നത് കേട്ടോ ഞാൻ. ഇരു 20 കോളിഫ്ലവറും 20 കാബേജാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. തൈക്കധികം വിലയൊന്നുമില്ല, എന്നാലും അരിച്ചാനുകളെ നിങ്ങളെന്നെ കടിച്ചൂലേ. കടിച്ചതിന് അവരെ അന്ത്യകുദാശ കഴിഞ്ഞു. ചാണം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇറക്കണം. തരുതാ കഴിഞ്ഞു ചാണം. അല്ല ചേട്ടാ ഇവിടെ ചാണം ഇറക്കിയെന്ന്? അല്ല ചേട്ടൻ സജീവന് കൂടിയിട്ട് ഇറക്കിയത്. അല്ല ചേട്ടൻ ഇത് ഇവിടെ ഇറക്കിയിട്ടുണ്ട്, പിന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. സജീവൻ വല്ല പച്ചക്കറി നടുണ്ടാ? സജീവന് കുറെ അത് തെങ്ങിനും അതിനൊക്കെ നടാല്ലേ. തെങ്ങിന് ഇടാനാവും. മധുരക്കിഴങ്ങിന് നല്ലോണം നനയ്ക്കണ്ടല്ലോ. മധുരക്കിഴങ്ങ് നനച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അവര് ഈ മധുരക്കിഴങ്ങ് പിന്നെ നമ്മുടെ മറ്റേ സാധനം എന്നിട്ട് പറയാ നമ്മുടെ ചുണ്ടങ്ങില്ലേ, ഇവരൊക്കെ ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിക്കുന്ന ടീമാ. എവിടെയെങ്കിലും അതിൻ്റെ തണ്ട് എറിഞ്ഞിട്ടാൽ മതി. എനിക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിലേ സരിത എത്ര പച്ചക്കറി ഉണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കണം കേട്ടാ. എന്നാ വരാ കൃഷി വകുപ്പിന്നുള്ളവര് നോക്കാൻ? അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് ആലോചിച്ചില്ല. ഇപ്പൊ കാണാനുള്ളണ്ടല്ലോ നമ്മളെ അത്യാവശ്യം. അഞ്ചെണ്ണം വീതം ഓരോന്നിട്ട് നടാം. കാബേജും കോളിഫ്ലവർ നടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നടാൻ കോരാ, ചാണപ്പൊടിന് ചാണം ഇതിലിട്ട് ഇടുക, കുഴിച്ചിട്ട് അത്രേ ഉള്ളൂ. അപ്പം 3 വരിയിട്ടാ, ഒരു വരി കൂടിയും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടാം. നടല്ല ഒന്ന് കൊത്തി കളച്ചിട്ടേ
നീ അവിടുത്തെ വെണ്ട കണ്ടിട്ടുണ്ട് സരിതേ? അവിടെ നട്ടാണ് വെണ്ട കണ്ട? ആ അത് കണ്ടു നോക്കിയല്ലോ കേട്ടാ, ഭയങ്കര ഭംഗിയാണ്. തടമായി. ഇതൊക്കെ മണ്ണ് ഇളക്കി എടുക്കുന്നത് വേണ്ട. ചേട്ടി ചൊരക്കൊക്കെ നടു കൂടിയേക്കില്ല, ഒന്നും വെള്ളം ഇറങ്ങില്ല. ചൊരക്ക് ചൊരക്ക വെള്ളം ഇറങ്ങില്ലാന്ന്. കാലത്ത് സജീവിന് 2 ഇത് കൊടുത്തു. ഏത്? പീച്ചിങ്ങ 2 കൊടുത്തു, പിന്നെ കുറെ ചീര, ഒരു കയ്പക്കായും മുറിച്ചു കൊടുത്തു സജീവനെ. സജീവൻ വന്നിട്ടുണ്ടായിരുന്ന കാലത്ത് ഇങ്ങോട്ട്? ഇല്ല, ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ചോദിച്ചു രാജിയോടെ. അപ്പോൾ അവള് പറഞ്ഞു ആ വേണമെന്ന് പറഞ്ഞു. ചീര നമുക്ക് ഇഷ്ടം പോലെ കേട്ടാ, നമ്മുടെ ആവശ്യത്തിന്. ഇതേ നമ്മൾ നടാൻ പോകണ്ടത്. നോക്കിയേ, ഇത് നോക്കിയേ ചേട്ടാ, ഇതൊക്കെ പോയി. അയ്യോ, ഇതെന്താ വാടിയേ? ആവോ, വഴുതനയൊക്കെ വാടിയില്ലോ. ഇത് കണ്ട, വഴുതനങ്ങളെല്ലാതും വാടി പോണു. ഈ 3 വലിച്ചു കളഞ്ഞാലല്ലേ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ 2 ഇപ്പൊ ഉഷാറിൽ നിൽക്കണ്ട, അത് മിലിക്ക് കേട് പകരോ? എന്തിട്ട് വാട്ടണോ? ദ്രുതവാട്ടം കുരുമുളകിനല്ലേ? കുരുമുളകിനല്ലേ? വാ, ഇതാടാ നമുക്ക്. ഇപ്പൊ 4 വരിയാണുള്ളത്. ഒരു വരിയില് ഇത് വെറുതെ നട്ടു കൊടുത്തിട്ടേ പിന്നെ ചാണം ഇട്ട് കൊടുക്കാം. ഇതിനെ നനയ്ക്കണം, വെള്ളം വിടണേ. നമ്മളേ കണ്ട സൂഡാമോണസില് വിത്ത് കാലത്തിട്ടതാ, അത് നടട്ടെ. ഇനി പയറിൻ്റെ വിത്തുകളെ കൈക്ക് ഒരു പോച്ചിൽ പോലെ കുഴപ്പമില്ല. ഇവിടെ ഈ ഒരു ബീൻസ് നട്ടത് നന്നായില്ല അല്ലേ? വെറുതെ കൊലകൊലയിട്ട് പൂവുണ്ടാവണല്ലോ, വേറെ കാര്യമൊന്നും ഇല്ല ആളെ കൊണ്ട്. കഴിഞ്ഞല്ലേ? കഴിഞ്ഞതാ ആ, ജാക്ക് ബീൻസ് എന്ന് പറഞ്ഞ സാധനം. ജാക്ക് ബീൻസ് തന്നെ, ജാക്ക് ബീൻസ്. നനച്ചു കൊടുക്കാം, ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. ആളെ മാത്രം ചേട്ടാ സ്ഥലം മാറ്റിയിട്ടില്ല, ഇനി അത് കാരണാവോ? കാബേജ് കോളിഫ്ലവർ നട്ടത് നനയ്ക്കണല്ലേ? ആ, ഇത് കാടായി ചേട്ടാ, കണ്ട, ഇത് മുഴുവൻ ചെത്തി വെടുപ്പാക്കി ഈ കൈതച്ചക്കൊക്കെ ഇവിടുന്ന് പറിച്ചെടുത്ത് ഇവിടെ മറ്റേ ആഫ്രിക്കൻ മല്ലിയാണ് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച്, അത് മുഴുവൻ പറിച്ച് മാറ്റിയിട്ട് മറ്റേ ചാക്ക് വിരിച്ചിട്ട് ഇത് നടാം അല്ലേ? കണ്ട, കാടായിട്ട് നോക്കി അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പുല്ല് നിറഞ്ഞു. ചെറുട്ടൻ്റെ അവിടെ എന്ത് ക്ലീൻ ആയിട്ടല്ലേ ചാക്കിട്ടേക്കണ കാരണേ. അത് അടിപൊളിയാ.
ഇതില് പയറ് നട്ടോക്കലപ്പന്നെ. പയറ അമരക്കായല്ലേ? നീളം പയറ്. ഓ ലോല. ഈ പന്തലുമ്പിൽ തന്നെ ഉണ്ടായി കിട്ടിയോളൂ. ഇതിന്മേ ഞാൻ കിടന്നോളേ. എന്തായാലും പന്തല് എന്തായാലും ഉണ്ട്. ഇതില് കയ്പക്കായി കേട്ടോക്ക. വെറുതെ ഇന്നലെ കേട്ടതാ. നമ്മുടെ തക്കാളി ഞാൻ നനച്ചു. ഒരു മിനിറ്റ് മറന്ന് ഞാൻ നനയ്ക്കാം. ഇടുവാ. ഫോഴ്സ് കുറയ്ക്കണം. വേണമെങ്കിൽ അപ്പുറത്തേക്കും കൂടി തുറക്കാം. അത് വേണമെങ്കിൽ തുറന്നിട്ടോ. അവിടേക്ക് തുറന്നിട്ടോ. അടിപൊളിയായിട്ടുണ്ടായില്ലോട്രാ. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ നമ്മൾ ചെയ്തു തരും. ഫോഴ്സ് കുറഞ്ഞു. കണ്ടാച്ചൊക്കെ കൃഷി ചെയ്യണത് വലുതായാലും കൃഷി പഠിക്കണം നീ. മനസ്സിലായ? കൃഷിയെ മറക്കാൻ പാടില്ല. ജഗുവിനോട് പറയണേ കൃഷിയെ മറക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്തെങ്കിലുമൊക്കെ നട്ടനച്ച് വയ്ക്കുക. കിട്ടുന്നു മതിന്നേ. അവിടെ വെണ്ടയ്ക്കും അതിനൊക്കെ നടിക്കാണ്ട് സരിത. നാളെ മറ്റാടാ ഇതിൻ്റെ ഇനി ചാണം ഇതൊക്കെ കലക്കി കൊടുക്കാം. ചാണപ്പൊടി ഈ കൂർക്കയ്ക്ക് നനയ്ക്കട്ടെ. കൂർക്കയ്ക്ക് നനയ്ക്കണം. കഴിഞ്ഞു നിങ്ങൾ തുറന്ന് നനച്ച് അടയ്ക്കാൻ പോവാ. ഒരു മിനിറ്റ്. കഴിഞ്ഞു നിർത്തിയാ. അടച്ചു. അവിടെ ഞാൻ നട്ട വെണ്ട കാണിച്ചു തരാട്ടാ. ഇവിടുത്തെ വെണ്ടി നോക്കിയേ തരുതാ. ഈ മിളകൊക്കെ മഞ്ഞ കളറായി ചേട്ടാ. അത് വളർച്ച നടന്നില്ല. ഇനി എന്താ അത്? ഈ വെണ്ട നോക്കിയേ, ഒരൊറ്റ വെണ്ട പോലും പോയില്ല. നല്ല വളർച്ചയാണ്. കണ്ടാ? ചാണകത്തിൻ്റെ അംശമുള്ള കാരണം പോവാണ്ടിരിക്കുന്നതല്ല, വെണ്ടകളൊന്നും പോയില്ല. നല്ല വളർച്ചയുണ്ട്. ഞാനില്ല ചേട്ടൻ്റെ അവിടേക്കൊന്ന് പോയിട്ട് വരാം. അമ്മായി മരിച്ചതിൻ്റെ കാര്യങ്ങൾ അവിടെ പറയണം. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന്, എന്നാലും വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്മായിയുടെ വിശേഷം പറയാനാ വന്നേ. അപ്പം അല്ല ചേട്ടൻ പറയണ ഒരു ക്ലിപ്പ് എടുക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇങ്ങനെ, ഇനി എന്നാ മാറ്റം കാണിക്കണ്ടല്ലേ ചേട്ടാ? ഒരു മാസാ? അല്ല, പുല്ല് ക്ലീൻ ആക്കിയിട്ടുള്ള മാറ്റല്ലേ? ഇപ്പൊ കാട് പിടിച്ച് കിടക്കണു. അതെ, അതിന് ഒരു മാറ്റം. അപ്പൊ ആഫ്റ്റർ 1 month ഇതിന്റെ മാറ്റം കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളെ ഞെട്ടിപ്പിക്കും. പോയി വൃത്തിയാവും. ഇപ്പുറത്ത് ചേരാടൻ ചോദിക്കുന്നു, ഇപ്പുറത്ത് സരി ചോദിക്കുന്നു, ഇത് എന്താ കെടുപ്പെന്ന്. അതിനൊരു മാറ്റം. അല്ല, ഞാൻ കൊറേ കാലമായിട്ട് കണ്ടിട്ടില്ല അല്ല ചേട്ടന്റെ പറമ്പ് ഇങ്ങനെ കിടക്കണത്. അല്ല ചേട്ടൻ നമ്മളെ വന്നിട്ട് ചീത്ത പറയാറ്, ദേ അവിടെ പുല്ല്, ദേ ഇവിടെ പുല്ല്, ഇതൊക്കെ വൃത്തിയാക്കുക പറഞ്ഞിട്ട്. ആ ആളുടെ പറമ്പാണ് ഈ കിടക്കണത്. ഞാൻ ഒരു റിട്ടയർ ചെയ്യണോട് കൂടി അല്ല ചേട്ടന്റെ പറമ്പ് ചോറിട്ടുണ്ണാം അതുപോലെ വൃത്തിയിട്ടവൻ കിടക്കണ്ടാവാൻ വിചാരിച്ച. എവിടെ ഓടി നടന്ന് പണിയെടുക്കപ്പോ. ഓടി നടക്കണമെന്നില്ല, വരുമാനം കുറഞ്ഞാലും പണി കൂടി. അതന്നെ, അത് കുറയ്ക്കാൻ നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കും. ഞങ്ങള് പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ ചേച്ചിയോട് പറയാ, ചേച്ചിക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെയെന്ന്. ഇങ്ങനെ മരിച്ച് പണിയെടുക്കുന്ന ആളുമ്പോഴേ അവിടെ പണിയെടുക്കലും എനിക്ക് മല്ല് തോന്നുന്നു. ഇവിടെ അപ്പൊ പണി തോന്നുന്നത് മല്ല്. അതെ, അവിടെ പണിയെടുത്ത കാശ് കിട്ടും, ഇവിടെ പണിയെടുത്ത കാശില്ലല്ലോ അല്ലേ?
ഇവിടെ കയ്യിൽ നിന്ന് ചെലവുള്ളോ? അപ്പൊ മറ്റേ പണിക്ക് പോകാനല്ലേ ചേട്ടൻ ഉഷാറ്. അത് വിചാരിച്ചിട്ട് കാട് വരാൻ സമ്മതിക്കില്ല ഇനി. മറ്റത് ഈ മഴ പെയ്യുമ്പോ അപ്പടി വെള്ളം വന്ന് എഴുന്നിട്ട് ഒന്നും നന്നാവണില്ല. അത് വരെ പണിയെടുത്ത് മുഴുവൻ പോയി. നമ്മള് കൊള്ളിനെ കണ്ടില്ലേ, ആ വെള്ളം വന്നിട്ട് അതൊരു കാര്യം ഉണ്ടായില്ല. അല്ല ചെറുേട്ടന്റെ രീതിയില് മുകളിൽ വെക്കിനി, താഴ്ത്തി നടാണ്ട് മുകളിലേക്ക് ഭയങ്കര കുഴി ഉണ്ടാക്കിട്ട് വെക്കണ്ടേന് തൊട്ടപ്പ പന്തലിനുള്ള സാധനങ്ങളാണ് നട്ടുകൊണ്ടിരിക്കുന്നത്. തൈകളൊക്കെ വാങ്ങിച്ചു തോണു വെച്ചു തുടങ്ങിന്നോണു. കൂർക്കി പ്രാവശ്യം അല്ലേ ചേട്ടാ അവിടെ മാത്രം നട്ടിട്ടുള്ളൂ അല്ല, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് കൂർക്ക തടങ്ങളാ ഉണ്ടതാ. എന്തോരം കൂർക്ക നമുക്ക് ഇവിടെ നിന്ന് കൊറേ കൂർക്ക കിട്ടാറുണ്ട് അല്ലേ ചേട്ടൻ്റെ അവിടെ. പിന്നെ ഉള്ളിയും കണ്ടമാനം നടാറുണ്ട്, കൂർക്കയും കൊറേ നടാറുണ്ട്. ഇപ്പൊ 1 മാസം കഴിഞ്ഞിട്ടുള്ള മാറ്റം കാണിക്കാട്ടാ. ബൈ. ഇനി നമുക്ക് 1 മാസം കഴിയുമ്പോ എത്ര സമയം വരെ പണിയെടുക്കും? ഇരുട്ടാവണ വരെ. ഇന്ന് പണി ഉണ്ടായിരുന്നു അല്ലേ ചേട്ടന്? അത് കുറച്ച് ഇവിടെ ചെത്തും, കുറച്ച് അവിടെ പുല്ല് അവിടെയും കാട് പിടിച്ച് എടുക്കില്ല ഇറങ്ങണോടത്തോ. കുറച്ച് അവിടെ ചെത്തി ഒന്ന് വെടുപ്പാക്കി അതിന് മൊത്തത്തിലൊന്ന് പോണം, അപ്പോഴൊക്കെ ഇതാവുള്ളൂ. അപ്പൊ എന്റത് മൊത്തം ചെത്തി കഴിഞ്ഞിട്ട് ഒന്നും ആവില്ല. അപ്പൊ ഒരു തലക്കിന്ന് വെച്ചു കൊടുക്കണേ. അപ്പൊ ഇവിടെയും ചെയ്യണം. അവിടെ പിന്നെ അണ്ണനെ നിർത്തി ചെറിയ വൃത്തിയാക്കിയല്ലോ. അവിടെ നട്ട വലതും കോളിഫ്ലവറും ക്യാബേജും നടാറായില്ലോ. തുലാവർഷം എന്താണോ ഇപ്രാവശ്യം വരാത്തല്ലേ? ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങോട്ട് ഒരു ഇടി കൊടുക്കൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു തുടങ്ങിന്ന്. അതെ അല്ലേ? അപ്പൊ ശരി, ഞാൻ പോട്ടെ.